യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിവസം കൂടി നമുക്ക് തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്ക എഴുതിയ സുവിശേഷം 19 അധ്യായം 30 മുതലുള്ള തിരുവചനം. യേശു 2 ശിഷ്യന്മാരെ അടുത്ത ഗ്രാമത്തിലേക്ക് അയക്കുന്നതും അവിടെ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്ന ഒരു കഴുതെ സ്വതന്ത്രമാക്കിക്കൊണ്ടുവരുന്നതും ആയ കാര്യമാണ് നമ്മൾ ആ തിരുവചന ഭാഗത്ത് ശ്രവിക്കുന്നത്. അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരിക. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മളെയും പിശാച് തിന്മകളിലൂടെ, അവൻ്റെ പല കുതന്ത്രങ്ങളിലൂടെയും എവിടെയൊക്കെയോ കെട്ടിയിട്ടിരിക്കുകയാണ്. നമ്മളും ബന്ധനത്തിലാണ്. ആ ബന്ധനത്തിൽ നിന്ന്, ആ ചങ്ങല പൊട്ടിച്ച് കർത്താവിനോടൊപ്പം നടക്കുവാൻ വേണ്ടിയും കർത്താവിൻ്റെ സാന്നിധ്യം യാചിച്ചുകൊണ്ടുമാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടുവാൻ ശ്രമിക്കുന്നത്. ദൈവമേ, നിനക്ക് മാത്രമേ എന്നെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. നിനക്ക് മാത്രമേ എന്നെ ഈ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിനക്ക് മാത്രമേ എൻ്റെ കഷ്ടതകളും ദുരിതങ്ങളും മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. നിനക്ക് മാത്രമേ എൻ്റെ കടബാധ്യതകൾ മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. നിനക്ക് മാത്രമേ എൻ്റെ മക്കളെ അവരാഗ്രഹിക്കുന്ന വഴിയിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിശാച് പിടിച്ചിരിക്കുന്ന കയറിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് പിതാവായ ദൈവം യേശുക്രിസ്തു വഴി തീരുമാനിക്കുകയാണ്, അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന, അങ്ങനെ ബന്ധനത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അഴിച്ചുകൊണ്ടുവരുവാൻ, അവരെ സ്വതന്ത്രരാക്കുവാൻ ദൈവം ഇന്ന് തീരുമാനിക്കുകയാണ്. അതിനായി നിങ്ങളുടെ അടുക്കിലേക്ക് പല പ്രവാചകന്മാരെയും പല ശിഷ്യന്മാരെയും ദൈവം അയച്ചിട്ടുണ്ട്. ആ ദൂതന്മാർ വഴി നിങ്ങളെ ഇന്ന് എല്ലാ ബന്ധനത്തിൽ നിന്നും, പൈശാചികമായ എല്ലാ ബന്ധനാവസ്ഥയിൽ നിന്നും പിതാവായ ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും നാമം മഹത്വപ്പെടുവാൻ വേണ്ടി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. കഴുതയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തതുപോലെ, ആ കഴുതയുടെ പുറത്ത് യേശുക്രിസ്തു യാത്ര ചെയ്ത പോലെ, നിങ്ങളുടെ ജീവിതത്തിലും ഇന്നുള്ള എല്ലാ ബന്ധനങ്ങളും കർത്താവ് പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളെ സ്വതന്ത്രരാക്കി നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുകയാണ്. ബേത്സയിദ കുളക്കരയിലേക്ക് കടന്നു ചെന്ന യേശുക്രിസ്തുവിനെ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളെ സ്വതന്ത്രരാക്കിക്കൊണ്ട് കർത്താവായ ഈശോ മിശിഹ നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറച്ചു വിശ്വസിക്കുക, നിങ്ങളെ മൂടിയിരിക്കുന്ന, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ ചങ്ങലകളും യേശുക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇന്ന് പൊട്ടിച്ചെറിഞ്ഞ് ഞങ്ങളെ സ്വതന്ത്രരാക്കും. ആമേൻ, ആമേൻ, ആമേൻ ചൊല്ലി നമുക്കത് സ്വീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഇന്ന് ഞങ്ങൾ അനുഭവിക്കും. യേശു വഴി ഞങ്ങളത് അനുഭവിക്കും. ഈശോയോട് ഞങ്ങൾ ഇന്ന് ചേർന്ന് നിൽക്കും. ഇന്നത്തെ തിരുവചനം നിങ്ങൾക്കൊരനുഗ്രഹമായി മാറട്ടെ. നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നതോടൊപ്പം
മറ്റുള്ളവർക്കും കൂടി അനുഗ്രഹമാകുവാൻ നിങ്ങൾ ഈ വചനം മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അങ്ങനെ സുവിശേഷ വേലയിൽ പങ്കുചേരുക. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് ഇന്ന് അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായം ഇന്ന് മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.